വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അതിനു മുന്നേ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ അച്ചമ്മയുടെ വീട്ടിൽ വെച്ച് എല്ലാവരും കൂടി ഉത്സവം ആഘോഷിക്കുകയാണ്. അപ്പം ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ ശ്രുതി ഒരു പുള്ളിക്കാരനെ സെറ്റ് ചെയ്ത് അവളുടെ മലേഷ്യയിൽ നിന്ന് വരുന്ന അമ്മാവനാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവരുന്നത്. പുള്ളിക്കാരൻ വന്നതും ചന്ദ്രമതി ആണെങ്കിലും പുള്ളി വരുന്നതിന് മുന്നേ ഉള്ള വിശേഷങ്ങളൊക്കെ ഞാനൊരു കഥയിൽ പറഞ്ഞതാണ്. അപ്പം ചന്ദ്ര ഓരോരോ കാര്യങ്ങൾ ചെയ്തു. ആ അമ്മാവൻ ഇഷ്ടപ്പെടുന്ന ഫുഡൊക്കെ രേവതിയെ കൊണ്ട് ഉണ്ടാക്കിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വലിയ കാര്യത്തിന് പുള്ളിക്കാരനെ സ്വീകരിച്ചിരുത്തി. പക്ഷെ അമ്മാവൻ വന്ന സമയത്ത് നമ്മുടെ സച്ചിക്കും അതുപോലെ തന്നെ സച്ചിയുടെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ നാട്ടിലെ നമ്മുടെ ആ വണ്ടി കേസിലൊക്കെ പെട്ടത്, അപ്പൊ പുള്ളിക്കാരനും ഭയങ്കര സംശയം. എടാ, ഈ അമ്മാവനെ കണ്ടിട്ട് നമ്മുടെ നാട്ടില് പച്ചക്കറി വ്യാപാരം ചെയ്യുന്ന ഒരു പുള്ളിക്കാരനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ കൂട്ടുകാരൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും സച്ചിയും അതിങ്ങനെ ആലോചിക്കുക. ശരിയാ, നല്ല മുഖഛായ ഉണ്ടല്ലേ, പക്ഷേ ഇയാൾ വരുന്നത് മലേഷ്യയിൽ നിന്നാണെന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മലേഷ്യക്കാരനായിരിക്കും. എടാ, അതൊക്കെ ഉള്ളതാണോ ഇല്ലയോ? ഇയാളുടെ ഈ ഒരു പെരുമാറ്റവും ഇയാളുടെ സംസാരവും ഒക്കെ കണ്ടിട്ട് തനി ഒരു മാർക്കറ്റ് സെറ്റപ്പ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ സംസാരിച്ചു. അതെ, നമുക്ക് വഴിയെ മനസ്സിലാക്കാം. എന്തായാലും അമ്മാവും പെട്ടെന്നൊന്നും ഇവിടുന്ന് പോവില്ലല്ലോ. അപ്പൊ ശ്രുതിയാണെങ്കിലോ പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു ക്ലാസ് ഒക്കെ കൊടുക്കുകയാണ്. അതെ അമ്മാവ, ദയവ് ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടെ ഡീസൻ്റ് ആയിട്ട് പെരുമാറണം. ഒരു മലേഷ്യയിൽ നിന്ന് വന്ന ആളെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഒരു പ്രൗഢിയോട് കൂടിയൊക്കെ തന്നെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്തോളാം മോളെ, മോള് വിഷമിക്കുമൊന്നും വേണ്ട. മോളുടെ അമ്മായിയമ്മയെ കയ്യിലെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അപ്പം ചന്ദ്രമതി ആണെങ്കിലോ, അതെ നിങ്ങളെ കണ്ടതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ്റെ അവസ്ഥ ഇപ്പം എന്താണെന്ന് ചോദിച്ചു. ശ്രുതിയുടെ അച്ഛൻ്റെ അവസ്ഥ ചോദിച്ചതും ഈ പുള്ളിക്കാരൻ നിന്ന് തകിടം മറിയാൻ തുടങ്ങി. പുള്ളിയാണെങ്കിലോ, അതെ പുള്ളി ജയിലിലാണ്, പക്ഷെ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല. മലേഷ്യൻ ജയിലിലായതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാനും പോയില്ല എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം തടി തപ്പി. അങ്ങനെ അവരവിടെ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം ആകുമ്പോഴോ നമ്മുടെ അച്ചമ്മയും അതുപോലെ തന്നെ എല്ലാവരും ഉത്സവത്തിന് വേണ്ടുന്ന ആ ഒരു ഒരുക്കങ്ങളൊക്കെ ചെയ്യാണ്. അപ്പൊ പൊങ്കാല അർപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ പൊങ്കാല ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ 3 മരുമക്കളും, അതായത് വർഷയും ശ്രുതിയും രേവതിയും ഒക്കെ അണിഞ്ഞൊരുങ്ങി നല്ല സെറ്റപ്പായിട്ട് നിൽക്കുക. അപ്പം അച്ചമ്മ പറയുന്നുണ്ട്, എനിക്ക് എന്ത് സന്തോഷമായെന്നറിയാവോ, എൻ്റെ കൊച്ചുമക്കളും അതുപോലെ തന്നെ എൻ്റെ മരുമകളും മകനും ഒക്കെ എന്നോടൊപ്പം ഉണ്ടായപ്പോൾ ഇതിൽ പരം ഒരു സന്തോഷം എനിക്ക് ഇനി ജീവിതത്തിൽ കിട്ടാനില്ല എന്നും പറഞ്ഞ് അച്ചമ്മ തൻ്റെ പേരക്കിടാങ്ങളെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറയാണ്, പൊങ്കാലയിൽ തീ പടരുന്ന ആ ഒരു സമയം, ആ സമയത്ത് നല്ലതുപോലെ പ്രാർത്ഥിക്കണം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനായിട്ട് ദേവിക്ക് സാധിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പം അച്ചമ്മ പറയുന്നത് പോലെ തന്നെ എല്ലാവരും സമയമൊക്കെ നോക്കി തന്നെ പൊങ്കാല ഇടാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവർ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ രേവതിയാണ് വേണ്ടുന്ന ആ ഒരു ചടങ്ങുകളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അച്ചമ്മ പറയുന്നുണ്ട്, നിങ്ങൾ 2 മരുമക്കളും എൻ്റെ രേവതി മോളെ കണ്ടു വേണം പഠിക്കാനായിട്ട്. അവളും പട്ടണത്തിൽ തന്നെ ജനിച്ചു വളർന്നതല്ലേ, എന്നിട്ടും അവൾ ഇത്ര മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾ ഇതൊക്കെ കണ്ടു പഠിച്ചതെന്നും പറഞ്ഞു. അപ്പം വർഷയ്ക്കാണെങ്കിൽ അത് തീരെ അങ്ങ് രസിച്ചിട്ടില്ല. കാര്യം വർഷ എന്ന് പറഞ്ഞാൽ ഡബ്ബിങ്ങും അതുപോലെ സ്റ്റുഡിയോയും ഒക്കെ ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരി രാവിലെ ഒന്നും അങ്ങനെ എഴുന്നേക്കാറൊന്നും ഇല്ല. ഒരു ഉച്ച സമയമാണ് പുള്ളിക്കാരിയുടെ രാവിലത്തെ ടൈം. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ അവിടെ നടക്കുമ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിലും നമ്മുടെ രേവതിയെ കണ്ട് ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഐശ്വര്യമായിട്ട് തന്നെ എല്ലാവരും നല്ല സാരിയൊക്കെ ഉടുത്ത് മുടിയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി നല്ല ഭംഗിയിലിരുന്ന് പൊങ്കാല ഇടുന്നത് കാണാൻ നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. സച്ചി ഇങ്ങനെ രേവതിയെ നോക്കി നിൽക്കുമ്പം എടാ മതിയടാ ഇങ്ങനെ നോക്കിയത്, എൻ്റെ കൊച്ചിനെ കണ്ണു വെക്കല്ലേ എന്ന് പറഞ്ഞ് അച്ചമ്മ കളിയാക്കുകയാണ്. അപ്പം സച്ചി ചുമ്മാ ഒന്ന് ചിരിച്ചു കേട്ടോ. ചിരിച്ചതിന് ശേഷം പറയാണ്, എൻ്റെ അച്ചമ്മ ഇവളിങ്ങനെയൊക്കെ പൊങ്കാലയൊക്കെ ഇടുന്നത് കണ്ടപ്പം ഞാൻ വേറെ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചത്. എൻ്റെ ചന്ദ്രമതി അമ്മ ഇങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അച്ചമ്മ എന്താ ചന്ദ്രമതി അമ്മയെ കൊണ്ട് ഇങ്ങനെ പൊങ്കാല ഇടിയിപ്പിക്കാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ചന്ദ്രമതി ആണെങ്കിൽ എടാ നീ ഒന്ന് അടങ്ങ്, നിനക്കൊന്നെങ്കിൽ രേവതി അല്ലെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും വെക്കിട്ട് കയറിയാലേ സമാധാനം ആകുള്ളൂ എന്ന് ചോദിച്ചു.
സച്ചി പറയാണ്, അല്ല ഇത്തരം നല്ല കാര്യങ്ങളൊന്നും എൻ്റെ അമ്മ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അവർ ആ ഒരു പൊങ്കാലയൊക്കെ ഉണ്ടാക്കി ആ ഒരു പ്രസാദം നമ്മുടെ അച്ചമ്മയുടെ കയ്യിലേക്ക് രേവതി എടുത്ത് വെച്ചു കൊടുക്കുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിൽ പൊങ്കാല അടപ്പിൽ നിന്ന് തന്നെ കുറച്ചിങ്ങനെ ഇവർ തീ കെട്ടുപോയ സമയത്ത് കുറച്ചിങ്ങനെ പൊടി പറന്ന് നമ്മുടെ ശ്രുതിയുടെ കണ്ണിൽ വീണു. അപ്പം ശ്രുതിയുടെ കണ്ണിൽ വീണതും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചാടി ഇങ്ങ് വന്നു. എൻ്റെ പൊന്നു ശ്രുതി, നിന്റെ കണ്ണിൽ എന്ത് പറ്റിയെന്നും പറഞ്ഞ് ഓടി വന്ന് ഇങ്ങനെ ഊതി കൊടുത്തിട്ട്, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ, ഇതൊന്നും ചെയ്ത് ശീലമില്ലാത്ത പെണ്ണാണെന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ അവൻ്റെ ഭാര്യ ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. അപ്പം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ തൻ്റെ കൊച്ചുമക്കള് അവരുടെ ഭാര്യമാരെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ കാണുമ്പം അവർക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അങ്ങനെ ആ ഒരു പ്രസാദം മുത്തശ്ശി വാങ്ങിച്ചതിന് ശേഷം എല്ലാവർക്കും ഒരു ചെറിയ വാഴലയൊക്കെ വെട്ടി അതിനകത്ത് കുറേശ്ശെ പ്രസാദമൊക്കെ വെച്ച് കൊടുത്തു. എല്ലാവരും വളരെ ആസ്വദിച്ച് കഴിക്കുമ്പോഴത്തേക്കിനും മുത്തശ്ശി നമ്മുടെ സച്ചിയെയും രേവതിയെയും അടുത്തിരുത്തിയിട്ട് അവരോട് പറയുന്നുണ്ട്, എനിക്ക് എന്തുമാത്രം സന്തോഷമായെന്ന് നിങ്ങൾക്ക് അറിയോ മക്കളെ. അച്ചമ്മ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രസാദം തരാമെന്നും പറഞ്ഞ് ഓരോ കൊച്ചുമക്കളെ ആയിട്ട് വിളിച്ചു. അപ്പൊ ചന്ദ്രമതി ആണെങ്കിലോ, അമ്മയ്ക്ക് ഇപ്പോഴും കൊച്ചുമക്കളെയും അതുപോലെ തന്നെ അവരുടെ ഭാര്യമാരെയും ഒക്കെ തന്നെയാണ് ഇഷ്ടം. ഞാനും അതുപോലെ എൻ്റെ ഭർത്താവും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ചന്ദ്രമതിയോട് അച്ചമ്മ പറഞ്ഞു, എൻ്റെ മരുമോളിങ് വന്നേ, അമ്മ വാരി തരാമല്ലോ എന്നും പറഞ്ഞ് ചന്ദ്രയ്ക്ക് ഒരു സ്പൂൺ പ്രസാദം കൊടുത്തു. ചന്ദ്രമതിക്ക് സന്തോഷമായി കേട്ടോ. അങ്ങനെ എല്ലാവരും അച്ചമ്മയോട് സ്നേഹിച്ച് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സമയത്താണ്, മലേഷ്യക്കാരൻ അമ്മാവന് പ്രസാദം കൊടുത്തില്ല. ആ കാര്യം നമ്മുടെ ചന്ദ്രമതി ആലോചിക്കുന്നത്. ചന്ദ്രമതി ചാടി എഴുന്നേറ്റു. പുള്ളിക്കാരനും പ്രസാദം എടുത്ത് കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ വക ഒരു കമന്റ് ഉണ്ട്. അതെ, ഈ പ്രസാദം കഴിക്കേണ്ടത് ഇങ്ങനെയൊന്നും അല്ല. ഈ പ്രസാദം കഴിയുമ്പോഴത്തേക്കിനും ഒരു വെറ്റിലയൊക്കെ അങ്ങ് മുറുക്കണം. അതാണ് നമ്മുടെ ഒരു രീതി. ശരിക്കും പറഞ്ഞാൽ ആ മാർക്കറ്റ് പരിസരത്ത് അങ്ങനെ ഒരു കടയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിച്ചതും നമ്മുടെ ശ്രുതിയാണെങ്കിൽ, ഈശ്വര, ഇയാളുടെ വായിൽ നിന്ന് സത്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. സച്ചിയാണെങ്കിൽ ഇയാളെ എങ്ങനെ പൊളിച്ചെടുക്കാന്നുള്ളത് നോക്കിയിരിക്കുകയാണ്. അപ്പൊ ശ്രുതി ഒന്ന് പുള്ളിക്കാരനെ കണ്ണിറക്കി കാണിച്ചപ്പോഴത്തേക്കിനും നമ്മുടെ ആ അമ്മാവന് കാര്യം പിടികിട്ടി കേട്ടോ. ഒരക്ഷരം പോലും മിണ്ടാതെ പുള്ളിക്കാരൻ പിന്നെ അത് തിന്നാൻ തുടങ്ങി. അതിനുശേഷമാണെങ്കിൽ അച്ചമ്മ പറഞ്ഞതനുസരിച്ച് തന്നെ എല്ലാവരുടെയും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും രവിയും അച്ചമ്മയും അതുപോലെ സുധിയും അവൻ്റെ ഭാര്യയും വർഷയും ശ്രീകാന്തും ഒക്കെ കൂടി നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനാണ് ഇതൊക്കെ ഫോട്ടോ എടുക്കുന്നത്. ആ സമയം നമ്മുടെ മലേഷ്യക്കാരൻ അമ്മാവനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരനെ കൊണ്ടുവന്ന് ആ ഒരു സൈഡിൽ അങ്ങ് നിർത്തി. അങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വർഷ പറയാണ്, എല്ലാവരും ഇതിങ്ങനെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ പിടിച്ചെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞതും നമ്മുടെ അച്ചമ്മയും എല്ലാം അതുപോലെ രവിയും ചന്ദ്രമതിയും ഒക്കെ ഇങ്ങനെ പിടിച്ചു. അവസാനം നമ്മുടെ രവിയുടെ കൈയും വർഷയുടെ ഒരു കൈയും ഫ്രീ ആണ്. ഈ സമയത്ത് നമ്മുടെ വർഷ എന്ത് ചെയ്തെന്നോ, ആ കൈ എടുത്ത് രവിയുടെ കയ്യിൽ ചേർത്ത് വെച്ചു. അങ്ങനെ അപ്പം ഇത് കാണുന്ന സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിലോ ചന്ദ്രമതി സച്ചിയും അടുത്തടുത്താണ് നിന്നത്. അപ്പം ഇവരും ഇങ്ങനെ നിന്ന സമയത്ത് ചന്ദ്രമതിയുടെ കൈയോട് ചേർത്ത് നമ്മുടെ സച്ചിയും വെച്ചു. അപ്പം അങ്ങനെ ചന്ദ്രയാണെങ്കിൽ തൻ്റെ മകൻ്റെ കൈയോടെ വന്ന് നിന്ന സമയത്ത് സത്യം പറഞ്ഞ ചന്ദ്രമതിക്ക് എന്തോ ഒരു സന്തോഷം ആ സമയത്ത് ഉള്ളതുപോലെ തന്നെയാണ്. അങ്ങനെ ചന്ദ്ര ചിരിക്കുന്നത് കാണിക്കുക. അപ്പം അവർ വളരെ ഹാപ്പി ആയിട്ട് നിന്ന് ആ ഒരു ഫോട്ടോ എടുക്കുന്നതാണ് ആ ഒരു എപ്പിസോഡ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവരും കാത്തിരിക്കണം കേട്ടോ.